നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ആഗോള അയ്യപ്പ സംഗമത്തിനായി ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ച് മലബാർ ദേവസ്വം ബോർഡ്. ക്ഷേത്ര ട്രസ്റ്റിമാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും യാത്ര, ഭക്ഷണം, വാഹനങ്ങൾ എന്നിവയുടെ ചിലവ് അതത് ക്ഷേത്രങ്ങൾ വഹിക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷണം സ്വീകരിച്ചത് തമിഴ്നാട് സർക്കാർ മാത്രം. ഉദ്ഘാടന ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരാണ് പങ്കെടുക്കുന്നത്. മന്ത്രിമാരായ PK ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ എന്നിവരാണ് അയ്യപ്പ സംഗമത്തിന് എത്തുക. കർണാടക, ഡൽഹി, തെലങ്കാന സർക്കാരുകളെ അടക്കം അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും അവർ പ്രതിനിധികളെ അയച്ചിട്ടില്ല. സംഗമത്തിലെ മറ്റ് ക്ഷണിതാക്കളെല്ലാം കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ചിത്രം മോശമായ രീതിയിലുള്ള പോസ്റ്ററാക്കി പ്രചരിപ്പിച്ചതിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ കണ്ണൂർ ശ്രീകണ്ഠാപുരം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ CPM-കാരാണെന്നും ഇടതുകോട്ടയായിരുന്ന വാർഡിൽ ജയിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അപവാദ പ്രചാരണമെന്നും വിജിൻ മോഹൻ പറഞ്ഞു. പീഡനവീരനെ താങ്ങുന്നവരെ സൂക്ഷിക്കുക, പൂവൻകോഴിയുടെ ചിത്രം വെച്ച് യൂത്ത് കോൺഗ്രസിൽ കോഴികളുണ്ട് എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചിരിക്കുന്നത്. വിജിൽ മോഹൻ രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് വിജിൽ മോഹൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ന് വയനാട്ടിലെത്തും. ഇരുവരും സ്വകാര്യ സന്ദർശനത്തിനാണ് എത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നതിനിടെയാണ് ഇരുവരും വയനാട്ടിലെത്തുന്നത്. ഒരു ദിവസത്തെ സന്ദർശനം മാത്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സോണിയാഗാന്ധിയുടേത് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമാണെങ്കിലും നേതാക്കന്മാരെയും കാണുമെന്നാണ് വിവരം. സൈബർ ആക്രമണത്തിൽ പരാതി നൽകി CPM നേതാവും അധ്യാപികയുമായ KK ഷൈൻ മുഖ്യമന്ത്രി പിണറായി വിജയനും DGP-ക്കും വനിതാ കമ്മീഷനുമാണ് പരാതി നൽകിയിരിക്കുന്നത്. അപവാദ പ്രചാരണം നടത്തിയവരെ വെറുതെ വിടില്ലെന്നും ഷൈൻ പ്രതികരിച്ചു. ഇടുക്കി വാഗമൺ പശുപ്പാറയിൽ 14 നായ്ക്കളെയും 2 പൂച്ചകളെയും ചത്ത നിലയിൽ കണ്ടെത്തി. വളർത്തുമൃഗങ്ങളും ചാവുന്നുണ്ട്. ഏതാനും നായ്ക്കൾ അവശ നിലയിലാണ്. മരണകാരണം വ്യക്തമല്ലാത്തതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വര ബാധിതർ വർദ്ധിക്കുമ്പോഴും രോഗകാരണമാകുന്ന അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ ആശയക്കുഴപ്പത്തിൽ. വെള്ളത്തിലുള്ള അമീബ മൂക്കിലൂടെയാണ് തലച്ചോറിൽ പ്രവേശിക്കുന്നതെന്നാണ് പൊതുധാരണ. നൈഗ്ലേരിയയാണ് ഇങ്ങനെ തലച്ചോറിൽ എത്തുന്നത്. എന്നാൽ അകാന്തമീബ, ബാലമുത്യ എന്നീ അമീബകൾ ശ്വാസകോശം, മുറിവ് എന്നിവയിലൂടെ തലച്ചോറിൽ പ്രവേശിക്കാമെന്ന് വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈയിടെ പ്രവേശിപ്പിച്ച 14 പേരിൽ 7 പേരിലും അകാന്തമീബയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. സാഹചര്യം ഇതായിരിക്കെ മൂക്കിലൂടെ മാത്രമാണ് രോഗം ബാധിക്കുന്നതെന്ന പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വിദഗ്ധർ പറയുന്നു. സ്വജനപക്ഷപാതമില്ലാത്ത ഒരേയൊരു സ്ഥലം ഇന്ത്യൻ സൈന്യമാണെന്ന് പ്രതിരോധ മേധാവി അനിൽ ചൗഹാൻ. റാഞ്ചിയിൽ സ്കൂൾ കുട്ടികളുമായുള്ള സംവാദത്തിനിടെയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. ഇതിനു പുറമെ രാജ്യത്തെ സേവിക്കുന്നതിനും പുതിയ ഇടങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനും സായുധ സേനയിൽ ചേരാൻ കുട്ടികൾ ആഗ്രഹിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. നവംബർ 30-ന് ശേഷം ചില ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ പിഴ തീരുവ പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് CEA V അനന്ത നാഗേശ്വർ വ്യാഴാഴ്ച ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ചർച്ചകൾക്കിടയിൽ വ്യാപാര നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് മോദിയെ തലോടുന്ന പ്രസ്താവനകൾ ഇറക്കുമ്പോഴും മറുവശത്ത് ഇന്ത്യക്ക് പ്രതികൂലമായ നീക്കം നടത്തുകയാണ് അമേരിക്ക. ഇന്ത്യക്ക് ഇരുട്ടടി നൽകുന്ന ഒരു തീരുമാനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നത്. ഇറാനിൽ ഇന്ത്യ സാമ്പത്തിക സഹായം നൽകി പണിത ചാബഹാർ തുറമുഖത്തിന് നൽകിയിരിക്കുന്ന ഇളവുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. ഒഡീഷ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ കൊറേഷ്യ ടെക്നോളജീസ് ഇന്ത്യൻ നാവികസേനയുമായി 66 കോടി രൂപയുടെ ഏകദേശം $7.5 ദശലക്ഷം കരാറിൽ ഒപ്പുവെച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അണ്ടർ വാട്ടർ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ UWROV വിതരണം ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുമെന്ന് കമ്പനി പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2006-ൽ പാകിസ്ഥാനിൽ വെച്ച് ലഷ്കർ-ഇ-തോയ്ബ LET സ്ഥാപകരും 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ തലച്ചോറുമായ ഹാഫിസ് സയ്യിദിനെ സന്ദർശിച്ചതിന് ശേഷം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നോട് നേരിട്ട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്ന് ഭീകരവാദത്തിന് ധനസഹായം നൽകിയ കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫണ്ട് JKLF ഭീകരൻ യാസിൻ മാലിക് പറഞ്ഞു. മുൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL മേധാവിയും ഒളിവിൽ പോയ വ്യവസായിയുമായ ലളിത് മോദിയുടെ സഹോദരൻ സമീർ മോദിയെ ബലാത്സംഗ കുറ്റത്തിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ
IGI വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതിയെ ന്യൂ ഫ്രണ്ട്സ് കോളനി പോലീസ് സ്റ്റേഷനിലെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഡൽഹി പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് സർക്കുലർ LOC പ്രകാരമാണ് സമീർ മോദിയെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. 2019 മുതൽ സമീറുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് സമീറിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. ജൂണിൽ അഹമ്മദാബാദിനടുത്ത് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ച 4 പേരുടെ കുടുംബങ്ങൾ ബോയിങ്ങിനും വിമാനഭാഗങ്ങളുടെ നിർമ്മാതാക്കളായ ഹണിവെല്ലിനുമെതിരെ അശ്രദ്ധ ആരോപിച്ച് അമേരിക്കയിൽ കേസ് ഫയൽ ചെയ്തു. തെറ്റായ ഇന്ധന സ്വിച്ചുകളാണ് അപകടത്തിന് കാരണമെന്ന് കേസ് പറയുന്നു. കമ്പനികൾ അറിയപ്പെടുന്ന ഡിസൈൻ അപകട സാധ്യതകൾ അവഗണിച്ചുവെന്നും പരാതിയിൽ അവകാശപ്പെടുന്നു. പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഒഡീഷ സർക്കാർ 2 പ്രധാന തീരുമാനങ്ങൾ എടുത്തു. സെപ്റ്റംബർ 23-ന് ദേവന്മാരുടെ പവിത്രമായ ആഭരണങ്ങൾ രത്നഭണ്ഡാരത്തിലേക്ക് മാറ്റുന്നതും ഭക്തർക്ക് ക്യൂ ദർശനം ഏർപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. താൽക്കാലിക ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭഗവാൻ ജഗന്നാഥൻ, ഭഗവാൻ ബലഭദ്രൻ, ദേവി സുഭദ്ര എന്നിവരുടെ ആഭരണങ്ങൾ സെപ്റ്റംബർ 23-ന് യഥാർത്ഥ രത്നഭണ്ഡാരത്തിലേക്ക് മാറ്റുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. പുലർച്ചെ 4 മണിക്ക് ദ്വാരഫീത ആചാരത്തോടെ പ്രക്രിയ ആരംഭിക്കുകയും ശുഭകരമായ അമൃത് വേലയിൽ നടക്കുകയും ചെയ്യും. സെപ്റ്റംബർ 23-ന് കൈമാറ്റം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അടുത്ത ദിവസം നടക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. 1978-ൽ തയ്യാറാക്കിയ ഔദ്യോഗിക ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രക്രിയയും മേൽനോട്ടം വഹിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമെന്ന് പാധി അറിയിച്ചു. ആഭരണങ്ങളുടെ വിശദമായ എണ്ണലും മൂല്യനിർണ്ണയവും ഗണതിമനതി സംബന്ധിച്ച ഏതൊരു തീരുമാനവും ക്ഷേത്ര മാനേജിംഗ് കമ്മിറ്റി എടുക്കും എന്നും വ്യക്തമാക്കി. ബഹുഭാഷ, ആരോഗ്യ സംരക്ഷണം, ശാസ്ത്രം, വ്യാവസായികം, ഭരണം, കാർഷിക ആപ്ലിക്കേഷനുകളിൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃത്രിമ ബുദ്ധി ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ 8 തദ്ദേശീയ അടിസ്ഥാന മാതൃകാ പദ്ധതികൾ ആരംഭിച്ചു. 2026 ഫെബ്രുവരി 19 മുതൽ 20 വരെയുള്ള തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026-ന്റെ മുന്നോടിയായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വ്യാഴാഴ്ച ഈ പ്രഖ്യാപനം നടത്തി. റഷ്യയിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. റഷ്യയുടെ കിഴക്കൻ പ്രവിശ്യയായ കംചത്ക ഉപദ്വീപിലാണ് ഭൂചലനമുണ്ടായത്. പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാവിലെയാണ് ഭൂചലനമുണ്ടായത്. കംചത്കയുടെ തലസ്ഥാനമായ പെട്രോ പവ്ലോവ്സ്ക് കംചത്കയിൽ നിന്ന് 128 കിലോമീറ്റർ അകലെയാണ്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂചലനത്തിന് പിന്നാലെ 6 തവണ തുടർചലനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണം തടുക്കാനുള്ള ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം ഇസ്രായേൽ പൂർത്തിയാക്കി. ഈ വർഷാവസാനത്തോടെ ഇത് സൈന്യത്തിന് കൈമാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. നിലവിലുള്ള അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് ആരോ എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെയാണ് പുതിയ അയൺ ബീം. ഗാസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനാൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന നിർണായകമായ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയം അമേരിക്ക വീണ്ടും വീറ്റോ ചെയ്തു. വ്യാഴാഴ്ച കൗൺസിലിലെ 15 അംഗങ്ങളിൽ 14 പേരും ഈ പ്രമേയം അംഗീകരിച്ചു. എന്നാൽ അമേരിക്ക ഈ ശ്രമത്തെ വീറ്റോ ചെയ്തതിനെ തുടർന്ന് പ്രമേയം പാസാക്കുന്നതിൽ സമിതി പരാജയപ്പെട്ടു. ബാങ്കുകളെ വഞ്ചിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന ഇന്ത്യൻ വ്യവസായി നീരവ് മോദി ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെയുള്ള നടപടികൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് UK കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചു. ബാങ്ക് തട്ടിപ്പ് കേസിൽ വിചാരണ നേരിടുന്ന നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് കൈമാറുന്നത് UK കോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്യുന്നത് വൈകിപ്പിച്ചേക്കാം. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ലണ്ടൻ കോടതി നീരവിന്റെ ഹർജി സ്വീകരിച്ചു. ഗാസയിൽ പാലസ്തീൻ അതോറിറ്റിയുടെ സുരക്ഷാ സേനയിലെ ഒരു മുൻ അംഗം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഹമാസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തെ പാലസ്തീനികൾ തന്നോടൊപ്പം സുരക്ഷ തേടാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും പറഞ്ഞു. ഹമാസിന്റെ അടിച്ചമർത്തലിൽ ജീവിക്കുന്നവരെ തന്റെ സംഘം സ്വീകരിക്കുമെന്നും എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ഉണ്ടെന്നും ഹസിം അൽ അസ്താൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.